അവസാനം ലാലേട്ടൻ തൂക്കിയോ? എങ്ങനെയുണ്ട് സിനിമ? ലാലേട്ടൻ തൂക്കിയോ? ലാലേട്ടൻ തൂക്കി പൊളി. അവസാനത്തെ 10-15 മിനിറ്റ് പൊളി കത്തിച്ചു. എല്ലാം സെറ്റ്. അവസാനത്തെ 15 മിനിറ്റ് കണ്ടാ മതി. ഒരു രക്ഷയില്ല, അടിപൊളി. സെക്കൻഡ് ഹാഫ് കത്തിച്ചു പൊളി. തീ സാധനം. ഞാൻ പറയുന്നില്ല, കണ്ടു നോക്ക്. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി സ്ലോ ആയിരുന്നു, സെക്കൻഡ് ഹാഫ് ബിൽഡ് ചെയ്ത് തോന്നി. ക്ലൈമാക്സ് ഇപ്പം ക്യാമിയോസുമായി റിച്ച് ആയിട്ടുണ്ട്. ക്യാമിയോ ഒക്കെ അടിപൊളിയായിരുന്നു. ലാലേട്ടൻ കിഡ് ലുക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ലുക്കും ചെറിയ റോളേ ഉള്ളു, പക്ഷെ നന്നായിട്ട് ഇൻട്രോ എടുക്കണായിരുന്നു. അടുത്തൊരു ഭാഗമുണ്ട്. അങ്ങനെയായിട്ട് സൂപ്പറാണ്. എല്ലാം സൂപ്പറാണ്. സിനിമ അടിപൊളിയാ, സൂപ്പർ. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. ക്ലൈമാക്സ് ഒക്കെ വെറൈറ്റി ആണ്, അടിപൊളിയാ. അടിപൊളി മാസ്, അടിപൊളി ലുക്കൊക്കെ അടിപൊളിയാ. എന്താ ഉറപ്പായിട്ടും എന്തായാലും പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആക്ഷൻ അടിപൊളിയാണ്, പിന്നെ ക്ലൈമാക്സ് അടിപൊളിയാണ്, പിന്നെ ലാസ്റ്റ് സീൻ ഉണ്ട്, അതാണ് മെയിൻ. അതിനു വേണ്ടി ടിക്കറ്റ് എടുക്കാം. അപ്പൊ എന്തായാലും പടം കൊള്ളാം. മൊത്തത്തില് ഒരു ഹാപ്പി ആണെന്ന് വെച്ചാൽ നമുക്കൊരു ടെംപ്ലേറ്റ് പടമാണ്, പക്ഷെ കൊള്ളാം. ഒരു വൈശാഖ് പടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാലേട്ടൻ ലുക്ക് വൈസ് യെസ്, നമുക്കൊരു ലൂസിഫറിന്റെ ഒരു ടച്ചൊക്കെ അടിക്കും. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു. എന്നാലും അത്രയ്ക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു പടം. ലാലേട്ടനും ടോവിനോയും അതാണ് പടത്തിൽ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ പടം വിചാരിച്ച പോലെ തന്നെ ഒരു ലെവലിൽ എത്തിച്ചു. കൊള്ളാം. പടം ഒരു എന്തായാലും ഓണത്തിന് നല്ലൊരു ഫൈറ്റ് എന്നുള്ള പടം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന പടം തന്നെ. പൃഥ്വിരാജ് കലക്കി. ലാസ്റ്റ് ഒരു ക്യാമിയോ ഉണ്ട്, കലക്കി മോനെ. പിന്നെ ലാലേട്ടന്റെ എൻട്രി തിയേറ്റർ ലാസ്റ്റ് ആയപ്പോ കത്തിച്ചു. അഹമ്മദ് അലിയുടെ എൻട്രി കത്തിച്ചു. കത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു, ഉറപ്പായിട്ടും. ഫസ്റ്റ് ഹാഫ് ഒരു കൊള്ളാം, നല്ലൊരു ലെവലെത്തി. സെക്കൻഡ് ഹാഫ് കുറച്ച് ഒന്ന് താഴേക്ക് പോയെങ്കിലും ലാസ്റ്റ് ആയപ്പോ പടം പിന്നെ ഉഷാറാണ്. ക്ലൈമാക്സ് ഫൈറ്റും അടക്കം പടം പിന്നെ വീണ്ടും കത്തിച്ചെന്ന് പറയാം. ഓവറോൾ രക്ഷയില്ല. പിന്നെ നെഗറ്റീവ് അടിച്ച പടം പൊട്ടെന്ന് പറഞ്ഞ നെഗറ്റീവുകളോട് ഒന്നേ പറയുള്ളൂ, പടം പൊട്ടി. അവന്റെ ഒക്കെ നെഞ്ചത്ത് കയറിയിരുന്ന് പടം പൊട്ടിച്ചിട്ടുണ്ട്. ബിനു വി എബ്രഹാം, വൈശാഖ്, ഒരു രക്ഷയില്ല. മാസം എന്ന് പറഞ്ഞാൽ ഏട്ടന്റെ വരവ് കിള്ളല്ലേ, ഒരു രക്ഷയില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് നമ്മൾ ഫസ്റ്റ് ഹാഫിനേക്കാളും പ്രതീക്ഷിച്ചാണ് സെക്കൻഡ് ഹാഫ്. ലാസ്റ്റ് എൻട്രി ഒരു രക്ഷയില്ല. ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, ട്വിസ്റ്റ് ഉണ്ട്. കൊള്ളാം. അടിപൊളി. തിയേറ്റർ നല്ല വൈബായിരുന്നു. നല്ല വന്നിരുന്നവരെ എല്ലാരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. സിനിമ സൂപ്പർ. അതിലൊക്കെ മേലെ അല്ല സൂപ്പർ അടിപൊളി. നല്ല കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ലൊരു ഫൈറ്റ്, നല്ല ഒരു മൂവി കണ്ടു. നല്ല പടം. എല്ലാം നല്ലതാണ്. എല്ലാവരും അതേപോലെ മോഹൻലാലുണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, ടോവിനോ, ഇവരുടെ അവസാനത്തെ ആ ഒരു കോംബോ അടിപൊളി. പിന്നെ മോഹൻലാലിന്റെ എൻട്രി ഭയങ്കര തകർപ്പനായിരുന്നു. തീർച്ചയായിട്ടും അതുണ്ടാവും. നല്ല സൂപ്പറായിരുന്നു. പൊളിച്ചടിക്കെല്ലാം ഓണം നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടും. ഞാൻ ആദ്യം വിചാരിച്ചത് വെറുതെ ആക്ഷൻ മാത്രം ഉള്ള ഒരു മൂവി ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ ഫാമിലി ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ്. ഫാമിലി ആയിട്ടാണ് വന്നത്. എല്ലാവരും എൻജോയ് ചെയ്തു. വളരെ നല്ല ഓണം തൂക്കാൻ പറ്റും, തീർച്ചയായിട്ടും തൂക്കാൻ പറ്റും. അത് ഒരു ഗസ്റ്റ് റോൾ ഉള്ളതെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവസാനം ഒരു സർപ്രൈസ് ആയിട്ട് വേറൊരു ഗസ്റ്റ് റോളുണ്ട്. ഞാൻ അത് മിന്നിച്ചു. ഓക്കെ, മ്യൂസിക് അടിപൊളി, നല്ല എഫക്റ്റ് ഉണ്ട്, നല്ല ക്ലൈമാക്സ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഏട്ടന്റെ ലുക്ക് അടിപൊളി, സർപ്രൈസ് ലുക്കാണ്, അടിപൊളി, എൻജോയ് ചെയ്തു. രാജേട്ടന് തൂക്കി, ഓൾറെഡി തൂക്കിയിരിക്കുന്നത്. പിന്നെ ഫൈറ്റ് ഒരു രക്ഷയില്ല. പൃഥ്വിരാജിന്റെ ഫൈറ്റ് തന്നെ ഒന്നും ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് തന്നെയാണ്. പിന്നെ അത് കുറച്ച് ക്യാമിയോസ് ഒക്കെ ഉണ്ട്. നമ്മൾ ലാലേട്ടനല്ലാണ്ട് വേറെ കുറേ പേരുണ്ടാവുമെന്ന് വിചാരിച്ച്. എന്നാലും ക്ലൈമാക്സിൽ ഒരാൾ വരുന്നുണ്ട്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ആൾ വന്നാരും.
എന്തായാലും അടിപൊളിയാണ്. തിയേറ്ററിൽ മസ്റ്റ് കാണാൻ പറ്റിയൊരു സാധനം തന്നെയാണ്. മ്യൂസിക് ആണെങ്കിലും എല്ലാം സെറ്റാണ്, അടിപൊളിയാണ്.